ഇപ്പോൾ പവി കാറ്റഗറി ചെയ്യുന്ന സമയത്ത് ഞാൻ കൺസീവ് ചെയ്ത പോലുള്ളൊരു സിനിമയല്ല ദിലീപേട്ടൻ കൺസീവ് ചെയ്തിരുന്നത്. അപ്പോൾ ദിലീപേട്ടനെ പോലുള്ളൊരു ആർട്ടിസ്റ്റ് അതിനകത്ത് വരുമ്പോൾ ഞാൻ ഇത്രയും ലൗഡറായിട്ടുള്ളൊരു സിനിമ ആയിരുന്നില്ല. എൻ്റെ പവിത്രൻ കുറച്ചുകൂടെ സെറ്റിലായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ദിലീപേട്ടൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിനെയും കൂടെ കാറ്റർ ചെയ്യുന്ന രീതിയിലായിരിക്കും അദ്ദേഹം ആ ക്യാരക്ടറിനെ മോൾഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പേസിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ്, അതിൻ്റെ ഒരു നെറേഷൻ ഞാൻ ആദ്യം കൺസീവ് ചെയ്തതിൽ നിന്ന് പിന്നീട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ദിലീപ് എന്ന് പറയുന്ന ഒരു ആക്ടർ അതിനകത്തേക്ക് വന്നപ്പോഴാണ്. ഇപ്പോൾ റഹ്മാൻ അദ്ദേഹം ആ സമയത്ത് റൊമാൻറ്റിക് ഹീറോ ആയിട്ടുണ്ടായിരുന്നു. ചാക്കോച്ചൻ അതിന് ശേഷം വന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊക്കെ, എന്നാൽ ഇത് ടോട്ടലി ഫിക്ഷനാണ് ആ ക്യാരക്ടർ, അല്ലാതെ ഒരാളെയും അങ്ങനെയില്ല. ഓരോരുത്തരാണ്, ലാലേട്ടനാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ടോട്ടലി ബ്ലഡിൽ എഴുതിയിട്ട് അത് ആ സമയത്ത് അതിന് എങ്ങനെയാണ് അത് അക്നോളജ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാറില്ല, മറുപടി ഒന്നും അയക്കാറില്ല. പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ട് ആ സമയത്ത്. എനിക്ക് മമ്മൂക്കയുടെ കൂടെ വീണ്ടും ചെയ്യാനുള്ളൊരു അവസരമായിരുന്നു കണ്ണൂർ സ്ക്വാഡൊക്കെ. ഈ എൻ്റെ ഷൂട്ടിംഗ് സെയിം ടൈമിലായിരുന്നു അവരുടെ ഡേറ്റ്സ് പറ്റി. ഇതുപോലെ ഞാൻ ഇങ്ങനെയല്ല എൻ്റെ ഫിസിക്കിനെ ഞാൻ വെച്ചിരുന്നെങ്കിൽ എനിക്ക് ഷാജഹാൻ ചെയ്യാൻ പറ്റില്ല. പണ്ട് അദ്ദേഹത്തിൻ്റെ നാടായ കണ്ണൂർ വെങ്ങരയിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സാക്ഷാൽ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വന്ന സമയത്ത് അച്ഛനോട് പരിഭവം പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിയെ ചെന്ന് കാണണമെന്ന്. പക്ഷേ ഇദ്ദേഹത്തിന് കാലം കാത്തു സൂക്ഷിച്ച് വെച്ചത് സാക്ഷാൽ മമ്മൂട്ടിയുടെ ചെറുപ്പകാലം അഭിനയിക്കാനുള്ള അവസരമായിരുന്നു. അതും എം ടി ഹരിഹരൻ കൂട്ടുകെട്ടിൽ പിറന്ന മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക്കലിൽ അഭിനയിക്കാൻ. ഹായ്, യു ഗൈസ് വാച്ചിങ് യെസ് എഡിറ്റോറിയൽ. ഐ എം ഗദാഫി. വി ഹാവ് വിനീത് കുമാർ. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് റൈഫിൾ ക്ലബ്ബ് കണ്ടത്. റൈഫിൾ ക്ലബ്ബ് കണ്ടപ്പോഴും ചേട്ടൻ്റെ റീസെന്റ് ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോഴും അതിന് താഴെ വന്ന കമന്റ് ആണ് എനിക്ക് ഇപ്പോഴും ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് എന്താ പ്രായമാവത്തെ? അങ്ങനൊന്നുമില്ല, പ്രായമൊക്കെ ആവശ്യമാവുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലായിരിക്കും, പിന്നെ ജെനറ്റിക്സ് ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ഞാനെപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഡാൻസ് പ്രൊഡക്ഷൻ പ്ലാൻ ഉണ്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ ഡാൻസ് ചെയ്യാൻ എൻ്റെ ബോഡി എപ്പോഴും ഫിറ്റ് ആയിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഉള്ളത് കൊണ്ട് ഞാനതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലും സ്കില്ലുകൾ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ആയിരിക്കും, അല്ലാതെ ഏജ് തോന്നരുത് അല്ലെങ്കിൽ എനിക്ക് പ്രായം ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇല്ല, അത് ചിലപ്പോൾ ഈ ചെയ്യുന്ന പ്രാക്ടീസസും പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈലും ഒക്കെ ചിലപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഈ റൈഫിൾ ക്ലബ്ബ് കണ്ടതിന് ശേഷം എല്ലാവരും പറഞ്ഞ കോമന്റ് എന്താണ്, വിനീത് ഇപ്പോഴും എങ്ങായിട്ടിരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് വിനീതിന് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ഏറ്റവും ആൾക്കാർ കൂടുതൽ കമന്റ് ചെയ്യുന്നത് റൈഫിൾ ക്ലബ്ബ് കണ്ടതിന് ശേഷം? ഒരുപാട് കമന്റ്സ് എനിക്ക്, ഈവൻ മമ്മൂക്ക പോലും ലാസ്റ്റ് ഞങ്ങൾ വടക്കൻ വീരാതയുടെ ട്രെയിലർ ലോഞ്ചിന് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം കുറേ കാലത്തിന് ശേഷമാണ് എനിക്ക് ഒരു ക്യാരക്ടർ, ഞാൻ അതിനു മുമ്പ് ചെയ്ത ക്യാരക്ടറിൽ നിന്നൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് എനിക്ക് സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ എന്നെ തേടി വരണം. എപ്പോഴും നമ്മൾ ആക്ടർ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഒരു ഡയറക്ടറും റൈറ്ററും ഒക്കെ കൂടെ ഒരു കൊളാബറേഷനിലാണ് നമുക്ക് നല്ലൊരു, നമ്മളിപ്പോൾ എത്ര വലിയ ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിട്ട് വരണം. അപ്പോൾ അത് കൃത്യമായിട്ട് റൈഫിൾ ക്ലബ്ബിലുണ്ടായിരുന്നു. കാരണം ആഷിഖ് അബുവിനെ പോലുള്ളൊരു മികച്ച സംവിധായകൻ, അദ്ദേഹം തന്നെയാണ് അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ. അപ്പോൾ പിന്നെ ശ്യാം പുഷ്കരനുണ്ട്, സുഹാസ് ഉണ്ട്, ദിലീഷ് നായരുണ്ട്, അങ്ങനെ വലിയൊരു ടീമുണ്ട്, ദിലീഷ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു ടീമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടുണ്ട് ആ ക്യാരക്ടറിനെ മോൾഡ് ചെയ്തെടുക്കാനും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. അത്രയും റിമോട്ട് ആയിട്ടുള്ള ഒരു കണ്ണൂർ പോലെ വെങ്ങര പോലുള്ള ഒരു സ്ഥലത്ത് നിന്നേ എങ്ങനെയാ മാസ്റ്റർ വിനീത് ഈ എം ടിയുടെയും ഹരിഹരന്റെയും കയ്യിൽ? ഞാൻ ആ സമയത്ത് ഞാൻ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ ഭരതനാട്യത്തിൽ ഫസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, കലാപ്രതിഭയായിരുന്നു. അപ്പോൾ ഇന്നത്തെ അത്രയും വലിയ മീഡിയ ഒരുപാടുള്ളൊരു കാലമല്ലല്ലോ. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു അറ്റൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്, പത്രത്തിലായാലും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രോഗ്രാം അവിടെ കോഴിക്കോട് ഡാൻസ് ചെയ്തപ്പോൾ അത് കണ്ടിട്ട് PVG സാർ, ഗംഗാധരൻ സാറാണ്, ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെയാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്നത്. ആ ഇൻ്റർവ്യൂ പോയപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല ഞാൻ അതിനകത്ത് ഉണ്ടാവുന്നുള്ളത്. പക്ഷേ ഇതൊക്കെ എന്താണെന്നറിയോ, നമ്മളല്ലാതെ ഒരു നിയോഗമുണ്ട് നമുക്ക്. ഇപ്പോൾ മമ്മൂക്കയുടെ ചെറുപ്പകാലം അഭിനയിച്ച അതേ ഞാൻ തന്നെ സേതുരാമയ്യർ CBIയിലും മമ്മൂക്കയുടെ ഒരു CBI ഓഫീസറായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും അപരിചിതൻ എന്ന് പറയുന്ന സിനിമകൾ, കുറേ സിനിമകൾ ഞാൻ മമ്മൂക്കയുടെ കൂടെ, വിഷ്ണു, അങ്ങനെ കുറേ സിനിമകൾ ഞാൻ മമ്മൂക്കയുടെ കൂടെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം. അപ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് വടക്കൻ വീരാതയ്ക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. അപ്പോൾ മമ്മൂക്കയുടെ കൂടെ അതേ സ്റ്റേജിൽ വെച്ച്
അതൊക്കെ നമ്മളുടെ എല്ലാ കാലത്തെയും ഏറ്റവും നമ്മൾ വളരെ പ്രിഷ്യസ് ആയിട്ട് സൂക്ഷിക്കുന്ന ചില മൊമെന്റ്സുകളാണ്. ഇത്ര നാളെ നിങ്ങളെ കുറെ പേരുകളുണ്ടായിരുന്നു. നിങ്ങൾ മലയാളത്തിന്റെ ഹൃതിക് റോഷൻ, ഇപ്പൊ ഒരു പേര് കൂടെ വന്നിട്ടുണ്ട്, കിങ് ഓഫ് റീ റിലീസ്. ദേവദൂതന് ശേഷം രണ്ടാമത് ഇപ്പൊ വടക്കൻ വീരഗാഥയും റീ റിലീസിന് വരുന്നു. ഫസ്റ്റ് മെമ്മറി ഓഡിഷന് പോയ സമയത്ത് എന്താ ചെയ്യിച്ചതെന്ന് എന്തെങ്കിലും ഓർമ്മയുണ്ട്? ആരാ ഓഡിഷൻ അല്ല, എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അത് വളരെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. കാരണം ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എനിക്കത് ഓർമ്മയുള്ളത്. കാരണം MT സാർ ഉണ്ടായിരുന്നു, ഹരിഹരൻ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് യുവജനോത്സവങ്ങളിൽ ഭരതനാട്യം, ക്ലാസിക്കൽ ഡാൻസുകളായിരുന്നു ഞാൻ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഡാൻസ് ചെയ്യാനേ അറിയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വേറെ എന്തെങ്കിലും മോണാക്ട് അല്ലെങ്കിൽ മിമിക്രി, കാരണം ഞാൻ പുറത്ത് ഇൻ്റർവ്യൂവിൻ്റെ പുറത്തിരിക്കുമ്പോൾ എനിക്ക് അകത്തുനിന്ന് കേൾക്കാം കുട്ടികൾ വളരെ ലൗഡായിട്ട് സംസാരിക്കുന്നതും ലൗഡായിട്ടുള്ള അവരുടെ പെർഫോമൻസുകൾ കേൾക്കാം. എനിക്ക് ചിലർ കഥാപ്രസംഗം ചെയ്യുന്ന കുട്ടികളുണ്ടായിരുന്നു, മോണാക്ട് ചെയ്യുന്ന കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴേ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചിരുന്നു ഞാൻ ഔട്ടാണ്, കാരണം എനിക്കൊന്നും ചെയ്യാനില്ല അങ്ങനെ. പിന്നെ ഡാൻസ് പോയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, ഇൻ്റർവ്യൂവിൽ പോയിട്ട് നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളൊക്കെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. അതല്ലാതെ ഒരു പെർഫോമൻസും എനിക്ക് അവിടെ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അത് കഴിഞ്ഞ് ഫോട്ടോ എടുത്തിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ എല്ലാ കുട്ടികളുടെയും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എൻ്റെയും ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ പോയത്. ഓക്കെ. പിന്നീടാണ് അഗൈൻ എനിക്ക് കോൾ വരുന്നത്, ഇങ്ങനെ ചെല്ലണം, ഗുരുവായൂരിലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഗുരുവായൂർ എത്തുന്ന സമയത്തും അവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ കുട്ടികളെല്ലാവരും തന്നെ ചന്തുവിൻ്റെ കുട്ടിക്കാലം അഭിനയിക്കാൻ വന്നാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഫൈനലി MT സാറും ഹരിഹരൻ സാറും റൂമിലേക്ക് വിത്ത് കോസ്റ്റ്യൂം എന്നെ കൊണ്ടുപോയതും എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഡിസൈഡ് ചെയ്തതാണ്. അത് പിറ്റേന്ന് സെറ്റിലെത്തി ഫസ്റ്റ് ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാനാണ് ചന്തു എന്നുള്ളത് ഞാൻ അറിയുന്നത്. എപ്പോഴെങ്കിലും ഹരിഹരൻ സാറോ MT സാറോ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, അതായത് മറ്റു കുട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് താങ്കളെ തന്നെ പിക്ക് ചെയ്യാൻ അവർക്കുണ്ടായ ഒരു സ്ട്രൈക്കിംഗ് ഫാക്ടർ എന്താന്ന്? അങ്ങനെ ഒന്ന്, ഹരിഹരൻ സാറിൻ്റെ അടുത്തും MT സാറിൻ്റെ അടുത്തും ആ പ്രായത്തിൽ നമ്മൾ സംസാരിക്കില്ലല്ലോ. അത്തരത്തിൽ ഒരു സംസാരിക്കാനുള്ള ഒരു പ്രായമല്ല അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഓർമ്മയിൽ ഞാൻ MT സാറും ഹരിഹരൻ സാറും കൂടി ഇരുന്നിട്ട് ഇതിൻ്റെ റീ റെക്കോർഡിങ് ചെന്നൈയിൽ നടക്കുന്ന സമയത്ത്, ബോംബെ രവി അദ്ദേഹമാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ഇന്നത്തെ പോലെയുള്ളൊരു സെറ്റപ്പ് അല്ല അത്. വലിയ സ്റ്റുഡിയോയിൽ നമ്മൾ കൺസോളിലിരിക്കുന്നു, അവിടെ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്ന ആളുകൾ, സെപ്പറേറ്റ് ക്യാബിൻ. അപ്പോൾ അന്ന് ഹരിഹരൻ സാറിൻ്റെ മടിയിലിരുന്നിട്ടാണ് ഞാൻ ആ റീ റെക്കോർഡിങ് കാണുന്നത്. ഓക്കെ. ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതല്ലാതെ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാനുള്ള അങ്ങനെ നമ്മൾ ചിന്തിക്കൂല്ല ആ സമയത്ത്, ആ പ്രായം അതല്ലേ. പിന്നെ നമുക്കറിയാം ഇത് ഈ കാസ്റ്റിംഗ് ടൈമിൽ നമ്മൾ ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മളൊരു ഇപ്പോൾ ഒരു കുട്ടിക്കാലം തിരഞ്ഞെടുക്കുന്നതിന് എവിടേക്കോ സിമിലാരിറ്റീസും പിന്നെ ആ ക്യാരക്ടർ, കാരണം ഞാനങ്ങനെ വളരെ ദാരിദ്ര്യമുള്ളൊരു ഫാമിലിയിൽ നിന്ന് വരുന്നതായിട്ടാണ് ചന്തു. അപ്പോൾ പുത്തൂരം വീട്ടിലേക്ക് വരുമ്പോൾ അവൻ കാണുന്നൊരു ധാരാളിത്വവും അതൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ ആ ക്യാരക്ടറിൽ എവിടെയോ ഒരു സിമിലാരിറ്റി, ഐ മീൻ ലുക്ക് വൈസ് എനിക്ക് വേണ്ട ഒരു ഇന്നസെൻസ് ഒക്കെ ആ സമയത്ത് തോന്നിക്കാണും. ചന്തുവിൻ്റെ എന്താണോ ചന്തു ഡിമാൻഡ് ചെയ്യുന്നത് അത് MT സാറിനും ഹരിഹരൻ സാറിനും എന്നിൽ കാണാൻ പറ്റിയതുകൊണ്ടായിരിക്കുമല്ലോ കാസ്റ്റ് ചെയ്തത്. അതിപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡും കിട്ടി. ഈ സംസ്ഥാന അവാർഡ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഉള്ളൊരു ദിവസം ഓർമ്മയുണ്ടോ? അത് ഓർമ്മയുണ്ട്. അത് ഇതൊക്കെ എന്താണെന്നറിയോ, ഇതൊക്കെ എങ്ങനെയാണ് എനിക്ക് ഓർമ്മ നിൽക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ വരുന്ന അത്രയും റിമോട്ടായിട്ടുള്ള ഒരു വില്ലേജിൽ നിന്ന്, ഒരു ഗ്രാമത്തിൽ നിന്നാണ്. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള കുട്ടിക്ക് എല്ലാം പുതിയ പുതിയ അനുഭവങ്ങളല്ലേ. നമ്മളവിടെ വയലിൽ കളിച്ച് നടന്ന് അങ്ങനെ നടക്കുന്ന ഒരാൾ പെട്ടെന്ന് സിനിമയിൽ ലൈം ലൈറ്റിലേക്ക് വരികയും, അത് കഴിഞ്ഞ് സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് മസ്കറ്റ് ഹോട്ടലായിരുന്നു ട്രിവാൻഡ്രത്ത്. അന്ന് ആദ്യമായിട്ടായിരുന്നു ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മൾ, അതുവരെ നമ്മൾ നാട്ടിൽ കുളത്തിൽ ചാടി കുളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് പൂളൊക്കെ കാണുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് അവാർഡിൻ്റെ വേദിയിൽ ചെല്ലുന്ന സമയത്ത് തിലകൻ സാറുണ്ട്, സിംഗർ ചിത്ര ചേച്ചി, MT സാറ്. കാരണം നമ്മളുടെ പടമായിട്ട് മാത്രമല്ലല്ലോ, സ്റ്റേറ്റ് അവാർഡ്സ് ആയതുകൊണ്ട് ഒത്തിരി ആർട്ടിസ്റ്റുകൾ, ടെക്നീഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കാണുന്നതിൻ്റെ ഒരു അത്ഭുതമുണ്ട്. കാരണം ഇവരൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ പ്രായത്തിൽ നമുക്ക് ഇവരുടെ ഒന്നും വലിപ്പമോ മഹത്വമോ ഒന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടല്ല. പക്ഷേ അത്രയും വലിയൊരു വേദിയിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ട ആളുകളൊക്കെ അവിടെ ഉണ്ട്, അവരുടെ കൂടെ ഞാൻ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാനത് ഓർക്കുമ്പോൾ ഞാൻ മമ്മൂക്കയും കൂടെ ചേർന്നിട്ടുള്ളൊരു ഫോട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ സമയത്തുള്ളതുണ്ട്. അതാണ് എൻ്റെ ഓർമ്മയിൽ. ഫസ്റ്റ് ഷോട്ട് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? വടക്കൻ വീരാതയിലാണ്. വടക്കൻ വീരാതയുടെ ഫസ്റ്റ് ഷോട്ട് ആ സിനിമയിൽ എന്നെ ഫസ്റ്റ് കാണിക്കുന്ന ഷോട്ട് തന്നെയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ബാലങ്കൻ നായർ സാർ വന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്ന. ക്ലാസിക്കലി ഡാൻസിൽ നമ്മൾ ട്രെയിൻഡ് ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഈ കളവി പൈറ്റിൻ്റെ സീക്വൻസസ് ഒക്കെ ഉണ്ട്. അതായത് ഭയങ്കര സ്പീഡി ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പം
ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ട്രെയിനിങ്സോ ഉണ്ടായിരുന്നു. അവിടെ തന്നെ CVN കളരി ആയിരുന്നു അതിന്റെ കളരി കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രാക്ടീസസ് ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഉണ്ടായിരുന്നു, വലിയ ആളുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസങ്ങളോളം ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഓ, ആദ്യത്തെ റെമ്യൂണറേഷൻ ഓർമ്മയുണ്ടോ? ഇല്ല. കാരണം ഇല്ല, നമുക്ക് അതൊന്നും ഒന്ന് ഞാനായിരിക്കില്ല അതൊക്കെ ഡീൽ ചെയ്തത്, അച്ഛനായിരിക്കും. പിന്നെ അതൊന്നും അങ്ങനെ ഓർത്തിരിക്കുന്ന കാര്യമായിട്ട് എനിക്ക് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് ഞാൻ പറഞ്ഞില്ല, അത് നമ്മുടെ പ്രായം അതായതുകൊണ്ട് ആ പ്രായത്തിലുള്ള ചില സന്തോഷങ്ങൾ, ചില മൊമെന്റ്സുകൾ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും, കോർ മെമ്മറിയിൽ നിൽക്കും. അങ്ങനെ നിൽക്കുന്നതാണ്. അതിപ്പോൾ ഇപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ അത് വലിയ കാര്യമായിട്ട് തോന്നില്ല. നമുക്ക് ഇപ്പോൾ ഒരു പൂളിൽ ആദ്യമായിട്ട് കുളിച്ചത് അന്നാണെന്ന് പറയുമ്പോൾ ആ പ്രായത്തിൽ എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഇതിപ്പോ സിനിമ അനൗൺസ് ചെയ്ത സമയത്തെ ആ അനൗൺസ്മെന്റ് ഉണ്ടായ സമയത്തുണ്ടായ എക്സൈറ്റ്മെന്റിനേക്കാൾ കൂടുതൽ നിങ്ങൾ 10-35 വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് കൂടിയ കുറെ ആൾക്കാർ പിന്നെയും റീയൂണിറ്റ് ചെയ്യുകയാണല്ലോ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട്, ബാലതാരങ്ങളൊക്കെ. ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും. നിങ്ങൾ കണ്ടുമുട്ടിയ സമയത്ത്, ഇപ്പോൾ ഒരുപാട് ചൈൽഡ് ആർട്ടിസ്റ്റുകൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സമയത്ത് നിങ്ങളൊരു കലവില്ല എങ്ങനെയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് അന്ന് ഞങ്ങൾ കണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് എല്ലാവരും പിന്നെ വീണ്ടും മീറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് സിനിമയുടെ തന്നെ അത്രയും കാലം കഴിഞ്ഞിട്ടാണ്. കാരണം അതിനിടയിൽ എല്ലാവരും ഒരുമിച്ച് കണ്ടിട്ടില്ല. ചില ആളുകളെ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടെന്നല്ലാതെ. പിന്നെ അതിനകത്ത് ഇപ്പോൾ അമ്പിളി ആയാലും, അമ്പിളി എൻ്റെ കൂടെ പിന്നീടും കുറേ ബാലതാരമായിട്ട് കുറേ സിനിമകളിൽ ആ സമയങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജോമോളും 2 സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ബാക്കി ഇപ്പോൾ റോഷനായാലും വിശാൽ, അങ്ങനെ കുറച്ച് പേരുണ്ട്, ബിയോൺ, ഇവരൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ കണ്ടു എന്നല്ലാതെ പിന്നെ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഓരോരുത്തരും അവരൊക്കെ ഭയങ്കര പ്രൊഫഷണൽസ് ആണ്. ഡോക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, ബിസിനസ്, അങ്ങനെ പല പല പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പിന്നെ സംസാരിക്കാൻ കോമൺ ഒറ്റ വിഷയമുള്ളൂ, സിനിമ. അപ്പോൾ അവർ കണ്ട സിനിമകളെ കുറിച്ചിട്ടും പിന്നെ റൈഫിൾ ക്ലബ് ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയതുകൊണ്ട് അതിൻ്റെ വിശേഷങ്ങൾ അവരെന്നോട് ചോദിക്കുന്നു, ഞാൻ അവരോട് അവരുടെ കുടുംബകാര്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ ഭയങ്കര രസമുള്ള മൊമെൻ്റ് ആയിരുന്നു. ഇതിപ്പോൾ ഈ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് സമയത്ത് വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നിങ്ങൾ തന്നെ മാറി മാറി പല സിനിമകളിൽ വരിക ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഈ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്തും സിനിമ തന്നെയായിരുന്നോ മനസ്സിൽ? പിൽക്കാലത്ത് സിനിമ തന്നെ ആയിരിക്കണം പ്രൊഫഷൻ എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു അന്നേ? അത് ബ്ലഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഞാൻ കുറേ കൂടെ ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് എന്നെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. കാരണം എൻ്റെ അച്ഛൻ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് സിനിമ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും എന്നെ ഒരുപാട് സിനിമകൾ കൊണ്ടുപോയി കാണിക്കുമായിരുന്നു. തിയേറ്ററിൽ തന്നെ പോയിട്ട് വളരെ വളരെ അപൂർവം വരുന്ന ചില സിനിമകളുണ്ട്. ഐ മീൻ ഹോളിവുഡിൽ നിന്നൊക്കെ വരുന്ന ചില സിനിമകൾ കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത്, സീരിയസ് പടങ്ങളും ആ പ്രായത്തിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാൾ അങ്ങനെയുള്ള സിനിമകളുണ്ടല്ലോ, വലിയ സിനിമകൾ, അത്തരം സിനിമകൾ, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സിനിമകളൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാണും. പക്ഷേ അതൊക്കെ പിന്നീട് ചിലപ്പോൾ എനിക്കത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലൊക്കെ അത്തരം സിനിമകൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് അച്ഛനായിരുന്നു എന്നെ അന്നങ്ങനെ സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് ഗൈഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കാണുന്ന ചിലപ്പോൾ ഞാൻ തമിഴ് സിനിമകളും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കാണുന്ന സിനിമകളുടെ കഥകൾ സ്കൂളിൽ പോയിട്ട് എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയുന്നത് ചെറിയ ആ കുട്ടിപ്രായത്തിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കഥ പറയാന്ന് പറയുന്നത്. അത് ഒരുപാട് പേരുണ്ട് അങ്ങനെ കഥ പറയുന്ന ആളുകൾ. പക്ഷേ എനിക്ക് ഫുൾ കഥ പറയണം, തുടക്കം തൊട്ട് അവസാനം വരെ. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ഒരു ഗ്യാപ്പിൽ കുറച്ച് പറഞ്ഞാൽ പിന്നെ അടുത്ത ഗ്യാപ്പിൽ പറയുക. അങ്ങനെ സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് കുട്ടിക്കാലം തൊട്ടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വളരുന്ന ഓരോ ഘട്ടത്തിലും ഓരോ പ്രായത്തിലും ഞാൻ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. എൻ്റെ പല ഏജ്, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ദേവദൂതൻ ഒരു പ്രായമാണ്, വടക്കൻ വീരാറിൽ ഭരതമുണ്ട്. അപ്പോൾ അതിങ്ങനെ അദ്വൈതം ഓരോ പ്രായത്തിലും, മിഥുനം. അപ്പോൾ ഒരു 2 വർഷത്തെ ഗ്യാപ്പിൽ ഞാൻ സിനിമ ചെയ്തിട്ടേ വളർന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ നിന്ന് ഞാൻ ഡിറ്റാച്ച്ഡ് ആയിട്ടില്ല. പിന്നെ എൻ്റെ ഉള്ളിലും ഈ പറയുന്ന രീതിയിലൊരു ഫിലിം മേക്കർ ആവണമെന്ന് ഭയങ്കരമായിട്ടുള്ളൊരു പാഷനും ഭയങ്കരമായിട്ടുള്ളൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് ഉണ്ട്. അപ്പോൾ മേ ബി സിനിമ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ സിനിമ എൻ്റെ കൂടെയും ഞാൻ സിനിമയെ സ്നേഹിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ സിനിമയിൽ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നു എന്ന് പറയുന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണും. ഈ അച്ഛൻ തന്നെയാണോ ഈ ഡാൻസിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതും പറഞ്ഞയച്ചിട്ടുള്ളത്? അച്ഛൻ്റെ അമ്മയും അച്ഛനും ഞാൻ കുട്ടിക്കാലത്ത് നമ്മൾ ഈ വീടിനടുത്തുള്ള മാരേജ് ഫംഗ്ഷനിലൊക്കെ പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഡാൻസ് ചെയ്യുമ്പോൾ ഞാനും നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന കണ്ടിട്ടാണ് എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ അവർ തീരുമാനിച്ചതെന്ന് പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തുള്ള ചില ഫോട്ടോഗ്രാഫ്സും ഉണ്ട്, ഞാൻ ചെറിയ പ്രായത്തിൽ കളിക്കുന്ന ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം, ചിലപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തത് കൊണ്ടായിരിക്കും അവരെന്നെ അങ്ങനെ ചേർത്തിട്ടുണ്ടാവുക. പിന്നെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഞാൻ യുവജനോത്സവങ്ങളിലൊക്കെ പോകുമ്പോഴും
എൻ്റെ എഫേർട്ടിനേക്കാൾ കൂടുതൽ അവരുടെ ത്യാഗമാണ് എന്നെ ശരിക്കും അന്ന് യുവജനോത്സവ വേദികളിൽ, കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് ശരിക്കും. ആ കാലത്ത് നമുക്കൊരു യുവജനോത്സവത്തിൽ സ്റ്റേറ്റ് ലെവലിലേക്ക് ഒരു കുട്ടീനെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടും ഫിസിക്കലിയും അവർ ഭയങ്കരമായിട്ട് ടയേർഡാവുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും. അപ്പോൾ അത് രണ്ടുപേരും അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ ടീച്ചേഴ്സ്, സ്കൂൾ ടീച്ചേഴ്സ്, ഡാൻസ് ടീച്ചേഴ്സ് എല്ലാം, ഞാൻ ഒരുപാട് ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട് ഡാൻസ്. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ കലാപ്രതിഭ നേട്ടം നേടുന്ന കുട്ടി എന്നുള്ളൊരു അതെ, അത് രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, അതിനു മുമ്പ് യുവജനോത്സവത്തിൽ 5th to 10th വരെയുള്ള മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുവരെയും ആർക്കും ആ 6th കലാപ്രതിഭ ആയിട്ടില്ല. പിന്നെ ഞാൻ മത്സരത്തിൽ നിന്ന് യുവജനോത്സവത്തിൽ നിന്ന് മാറിയിട്ട് 2-3 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ അത് 8th to 10th ആക്കി. അപ്പൊ പിന്നെ ഇനി അങ്ങനെ ആരും വരില്ലല്ലോ. ഇപ്പോഴും ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ സാമ്പത്തികമായിട്ട് ഒരുപാട് ചെലവുള്ള ഇതാണ് ഈ കലാപ്രതിഭ. ഒരുപാട് ഡാൻസ് പെർഫോമൻസ്, അതിൻ്റെ കോസ്റ്റ്യൂമും മേക്കപ്പ് ഒക്കെ. അപ്പോൾ ഈ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക്, അതായത് ഫിലിമിൽ അഭിനയിച്ച് തുടങ്ങുന്ന സമയമല്ല അതൊക്കെ, ചില അത്രയും സാമ്പത്തികമായിട്ട് നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടാവില്ലായിരിക്കാം. അല്ല, സിനിമയുടെ പൈസ വെച്ചിട്ടല്ല, അച്ഛൻ്റെ സമ്പാദ്യത്തിലാണ് എന്നെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഹെക്ടിക് ടാസ്ക് ആയിരിക്കണമല്ലോ. ഇത് എങ്ങനെയാ അപ്പോൾ ഇത് മാനേജ് ചെയ്ത് പോയത്? ഒരുപാട് കഷ്ടപ്പാട്? അല്ല, കഷ്ടപ്പാട് ഇൻ ദ സെൻസ്, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നൈയിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു കുറേ വർഷം. അപ്പോൾ ട്രെയിനിൽ നമ്മൾ ഈ പറയുന്ന പോലെ ലോക്കൽ കമ്പാർട്ട്മെന്റിലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അതല്ലാതെ വേറൊരു രീതിയിലും ബുദ്ധിമുട്ട് അച്ഛൻ എന്നെ അറിയിച്ചിട്ടില്ല. പക്ഷേ അവരുടെയൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അവരുടെ വലിയ ത്യാഗമുണ്ട് ആ യുവജനോത്സവ വേദികളിൽ ഞാൻ പെർഫോം ചെയ്തതിൽ. ഐ മീൻ അതിനകത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഇവരുടെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അവരുടെ ഒരു ഇതുണ്ട്, സപ്പോർട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. ഇപ്പോൾ ഒരുപാട് സിനിമകൾ പണ്ട് കണ്ടും ഈ പറഞ്ഞ പോലെ ആൾക്കാരോട് എക്സ്പ്ലെയിൻ ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം ചെയ്ത 2 സിനിമകൾ, ആദ്യത്തെ 2 സിനിമകളും അത്യാവശ്യം എല്ലാവരും നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ള സിനിമ. പ്രത്യേകിച്ച് ഡിയർ ഫ്രണ്ട് പോലുള്ള സിനിമ ഗംഭീര സിനിമയായിട്ട് കൊമേഴ്ഷ്യലി ഹിറ്റ് എന്നുള്ള രീതിയിലല്ലേ ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു കോൺസെപ്റ്റും അതിൻ്റെ ഒരു മേക്കിംഗ് ഒക്കെ ഒരു അത്യാവശ്യം ക്രിട്ടിക്കലി ക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സംവിധായകൻ്റെ, ഇരുത്തം വന്നൊരു സംവിധായകൻ്റെ പ്രൊഡക്റ്റ് പോലെയാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തത്. വിച്ച് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിം. ആ സിനിമ കണ്ടതിന് ശേഷം 2-3 ദിവസം ആ സിനിമ ഉള്ളിലുണ്ടായിരുന്നത്. ആ സിനിമ ഹോണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അല്ല, കയ്യടി പോകുന്നത് തീർച്ചയായിട്ടും സംവിധായകനാണല്ലോ. പക്ഷെ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇപ്പം തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് അതിനെന്തായിരിക്കും പാളിച്ച പറ്റിയിട്ടുണ്ടാവുന്ന പിന്നീട് ചിലപ്പോൾ കിട്ടിയ ഉത്തരം? അങ്ങനെ പാളിച്ചൊന്നും പറയാനില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഡിയർ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആ സിനിമ എങ്ങനെയാണ്, എന്തായിരിക്കും അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് എന്നുള്ളത്. പവി കാറ്റഗറി ചെയ്യുമ്പോഴും എനിക്കറിയാം അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ, അല്ലാതെ അബദ്ധത്തിൽ അല്ലെങ്കിൽ പാളിച്ചെന്ന് പറയാനില്ല. അതിനകത്ത് ഇപ്പോൾ പവി കാറ്റഗറി ചെയ്യുന്ന സമയത്ത് ഞാൻ കൺസീവ് ചെയ്ത പോലുള്ളൊരു സിനിമയല്ല ദിലീപേട്ടൻ കൺസീവ് ചെയ്തിരുന്നത്. അപ്പോൾ ദിലീപേട്ടനെ പോലുള്ളൊരു ആർട്ടിസ്റ്റ് അതിനകത്ത് വരുമ്പോൾ ഞാൻ ഇത്രയും ലൗഡറായിട്ടുള്ളൊരു സിനിമ ആയിരുന്നില്ല. എൻ്റെ പവിത്രൻ കുറച്ചുകൂടെ സെറ്റിലായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ദിലീപേട്ടൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിനെയും കൂടെ കാറ്റർ ചെയ്യുന്ന രീതിയിലായിരിക്കും അദ്ദേഹം ആ ക്യാരക്ടറിനെ മോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള വ്യത്യാസമല്ലാതെ ഞാൻ വിചാരിക്കാത്ത അല്ലെങ്കിൽ ഉദ്ദേശിക്കാത്ത എന്നല്ല. കാരണം ഓരോ സിനിമയും ഇപ്പോൾ ഡിയർ ഫ്രണ്ട് പോലെ തന്നെ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വേറൊരു സിനിമ, കാരണം ഡിയർ ഫ്രണ്ട് നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു ചാൻസ് ആണ്. കാരണം അതൊരിക്കലും ഒരു കഥ പറഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ കൺവിൻസ് ചെയ്യിക്കാനൊന്നും പറ്റുന്ന ഒരു കഥയല്ല അത്. അപ്പോൾ അതിനകത്ത് ആ ഒരു ടീം അപ്പ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ആ സിനിമ ഉണ്ടായത്. ഇപ്പോൾ ഷൈജു ഖാലിദ്, സമീർ താഹിർ, ഇവർ രണ്ടുപേരും അതിൻ്റെ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഡിയർ ഫ്രണ്ട് പോലൊരു സിനിമയായിട്ട് എനിക്ക് മുമ്പോട്ട് വരാൻ പറ്റിയത്. അവരുടെ ഒരു സപ്പോർട്ടില്ലെങ്കിൽ ഡിയർ ഫ്രണ്ട് സംഭവിക്കില്ല. അപ്പോൾ അത് ഒറ്റ ടൈമിലാണ് നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത്. അപ്പോൾ അതിനെ കമേഴ്ഷ്യലൈസ് ചെയ്യാണ്ട എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമായിരുന്നു. എന്നാൽ അതിന് ബിസിനസ് സംഭവിക്കുകയും ചെയ്യും. കാരണം അതിനകത്തുള്ള ടെക്നീഷ്യൻസിൻ്റെ ഒരു ഇതും ആർട്ടിസ്റ്റും വാല്യൂ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അത് ഒറ്റ തവണ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമ അത് നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയ സിനിമയല്ല, അത് സാമ്പത്തികമായിട്ട് തന്നെ ലാഭം കിട്ടിയ ഒരു സിനിമയാണ്. അപ്പോൾ അത് ഉണ്ടാക്കണമെങ്കിൽ ആ രീതിയിൽ ആ സിനിമയെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, അതിൻ്റെ ഒരു പേസിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ്, അതിൻ്റെ ഒരു നെറേഷൻ ഞാൻ ആദ്യം കൺസീവ് ചെയ്തതിൽ നിന്ന് പിന്നീട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ദിലീപ് എന്ന് പറയുന്ന ഒരു ആക്ടർ അതിനകത്തേക്ക് വന്നപ്പോഴാണ്. അപ്പോൾ ഈ ദിലീപേട്ടനായിട്ട് ആ സമയത്ത് അപ്പോൾ
ഡിസ്കഷൻസ് ഉണ്ടായിട്ടില്ലേ ഈ ട്രാക്ക് അല്ലായിരുന്നു ട്രാക്ക് അല്ലായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, ഡിസ്കഷന് ശേഷം ഞാൻ ആ ട്രാക്കിലേക്ക് പോയതാണ്. ഓക്കെ. അല്ലാതെ ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ചില ഹ്യൂമറുകൾ എനിക്ക് അത് വർക്കാവാത്തത് ഞാൻ പറയുകയും അത് പിന്നീട് ഇല്ലാതെ തിയേറ്ററിൽ വർക്കാവുന്ന ദിലീപേട്ടൻ്റെ കോൺഫിഡൻസിൽ ചില സാധനങ്ങൾ അതിനകത്തുണ്ട്. ഓക്കെ. അപ്പോൾ അത് നമ്മളും കൂടെ കൺവിൻസ് ആയതുകൊണ്ടാണ് അത് ഓക്കെ അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. ഐ മീൻ ഇത്തരം ഹ്യൂമർ അല്ലെങ്കിൽ ഇത്തരം കോമഡി സിനിമകൾ, ഇത്രയും ലൗഡായിട്ടുള്ള സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുമില്ല, ഞാൻ കൺസീവ് ചെയ്തിട്ടുമില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പുറത്തുള്ളൊരു ട്രസ്റ്റാണ് എനിക്ക്. ഓക്കെ, അദ്ദേഹം പറയുന്നു അത് വർക്കാവും എന്ന് പറയുമ്പോൾ ഞാനത് ഓക്കെ എന്ന് പറയുന്നതാണ് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ. അല്ലാതെ ഇതല്ല ഞാൻ ആലോചിച്ചത്, അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞങ്ങൾ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചില സാധനങ്ങൾ ഞാൻ തീരെ പറ്റില്ല എന്ന് പറയുന്നത് അതിനകത്ത് മാറ്റാൻ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലത് ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള എൻ്റെ ഒരു ട്രസ്റ്റാണ്. ഓക്കെ, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മയുണ്ട് ആ കാര്യത്തിൽ. ഇത്തരം ലൗഡ് ഹ്യൂമർ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ലാത്ത. ഇപ്പോൾ പിന്നീട് ഈ റൈഫിൾ ക്ലബിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു വിനീതേട്ടൻ്റെ ഒരു അറ്റയറോ ഒരു സ്വാഗോ ഒന്നും അല്ല ഈ സിനിമയിൽ റൈഫിൾ ക്ലബിൽ വരുമ്പോൾ. അതിലൊരു പെർട്ടിക്കുലർ സീനിൽ ഈ ഷാജഹാൻ എന്ന് പറയുന്ന ഒരു ആക്ടറിന് ഈ ലവ് ലെറ്റേഴ്സ് വരുന്ന മറ്റേ ചോര കൊണ്ട് എഴുതിയ ലെറ്റേഴ്സ് ഒക്കെ വരുന്ന വായിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ഈ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞ ഇത്തരം ആരാധന ഒരുപാട്. കാരണം ഈ നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ ഇത്തരം കമ്പ്യൂട്ടർ ഇതൊക്കെ വരുന്നതിന് മുമ്പ് ലെറ്റർ തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം എൻ്റെയൊക്കെ ഒന്നും നമ്മൾ ഈ കുട്ടിക്കാലത്ത് തൊട്ട് സിനിമയിലുള്ളത് കൊണ്ട് ഒരുപാട് കത്തുകൾ ആ സമയത്ത് വരുമായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് അത് ഇവരുടെയൊക്കെ ഒരു രീതിയാണ്. ശ്യാമും സുഹാസും ഇവരൊക്കെ ഇങ്ങനെ പിക്ക് ചെയ്യുന്നതാണ്. ഐ മീൻ അന്ന് എന്താണോ ആ കാലഘട്ടത്തിൽ ഇത്തരം രസകരമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ അവരതിനകത്തേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അത് റിയൽ നടന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അങ്ങനെ കത്ത് വന്നിട്ടുണ്ട്. ഓർമ്മയിലുള്ള ആ വാക്കുകളൊന്നും അതല്ല, പക്ഷെ ഈ പറയുന്ന പോലെ ബ്ലഡിൽ എഴുതിയിട്ട് അത് ആ സമയത്ത് നമുക്ക് ആ സമയത്ത് അതിനെ എങ്ങനെയാണ് അത് അക്നോളജ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാറില്ല, മറുപടി ഒന്നും അയക്കാറില്ല. പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ട് ആ സമയത്ത് നിറയെ കത്തുകൾ. ഈ റൈഫിൾ ക്ലബിലേക്ക് വരുന്ന സമയത്ത് നിറയെ കത്തുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോര കൊണ്ട് എഴുതിയെന്നല്ല, അങ്ങനെയും വന്നിട്ടുണ്ട്. ഞെട്ടിച്ചു കളഞ്ഞ എന്തെങ്കിലും ഈവൻസോ ഇതുണ്ടോ ഈ ആരാധന മൂത്തിട്ട് കൂടിപ്പോയിട്ടേ? അല്ല, അത് പിന്നെ അങ്ങനെ നമുക്ക് ഇന്റർവ്യൂവിൽ പറയാവുന്ന രീതിയിലല്ല, അങ്ങനെ ഉണ്ട്. ഇതിപ്പോൾ റൈഫിൾ ക്ലബിലേക്ക് വരുന്ന സമയത്ത് ആഷിഖ് കപൂറിന്റെ ഒരു സിനിമയിൽ ഭാഗമാകുക എന്നതിലേക്കാണ് ഉപരി അദ്ദേഹത്തിന്റെ സെറ്റിൽ വന്നതിന് ശേഷം ഈ പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതായത് അദ്ദേഹത്തിന്റെ മേക്കിംഗ് ആണെങ്കിലും അദ്ദേഹം തന്നെയാണ് ഫോട്ടോഗ്രാഫി സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നത്. സിനിമാറ്റോഗ്രാഫി ഇദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്തെങ്കിലും സൂചനകളോ എന്തെങ്കിലും? അല്ല, അത് ആദ്യമേ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ആക്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അതിൻ്റെ ടെക്നീഷ്യൻ ആരൊക്കെയാണെന്നുള്ളത് അന്വേഷിക്കുമ്പോൾ ആഷിഖ് തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളത് ഞാനൊരു ഡയറക്ടറും കൂടെ ആയതുകൊണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് സിനിമാറ്റോഗ്രാഫി. അച്ഛൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഞാൻ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എല്ലാ സിനിമകളുടെയും സിനിമാറ്റോഗ്രാഫി ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നല്ല ടെക്നീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ ആ സിനിമയിലേക്ക് ഐ മീൻ ആസ് എ ഡയറക്ടർ ഞാൻ വന്നപ്പോൾ തൊട്ട് ഞാൻ അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യുമ്പോഴൊക്കെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് DOPs-നെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ ബഡ്ജറ്റ് അത്രയും എനിക്കത് സപ്പോർട്ട് ചെയ്യില്ല, പക്ഷെ എന്നാലും ഞാനത് പുഷ് ചെയ്തിട്ട് ഞാൻ അങ്ങനെയുള്ള ടെക്നീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഇപ്പോൾ ഡിയർ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് കഥ കേട്ട ഉടനെ ഫസ്റ്റ് ഐ മീൻ ആ ഐഡിയ നമ്മൾ ആദ്യം സ്ക്രീൻ പ്ലേ ഒന്നും എഴുതിയിട്ടില്ല, ഫസ്റ്റ് ഒരു ഐഡിയ ആലോചിച്ചപ്പോൾ തന്നെ ആ സിനിമയുടെ ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ് അതിൻ്റെ ഒരു പേസൊക്കെ സെറ്റ് ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഇത് ഷൈജു ഖാലിദ് ഇത് ഷൂട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഷൈജുവായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് മലയാളത്തിലെ ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫേഴ്സിൽ ഒരാളാണ് ഷൈജു. അത് ലൈറ്റിംഗ് അല്ലെങ്കിൽ ഷോട്ട് എന്നുള്ളതിനപ്പുറത്ത് ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. DOP ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടറിനെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന ലൈറ്റിലൂടെ അല്ലെങ്കിൽ അയാളുടെ പ്ലേസ്മെൻറ്റിലൂടെ അതിൻ്റെ ലെൻസിങ്ങിലൂടെ നമുക്ക് കൊടുക്കേണ്ട ഒരു ഇമോഷനും ആ ക്യാരക്ടറിന് കൊടുക്കേണ്ട ഒരു ഡീറ്റെയിലിങ്ങും ഉണ്ട്. അത് കൃത്യമായിട്ട് തരുന്നൊരു DOP ആണ് ഷൈജു. അപ്പോൾ ഷൈജുവിൻ്റെ കൂടെ ഞാൻ ഷൈജുവിൻ്റെ ഒരു തരത്തിൽ ഞാൻ ഭയങ്കര ആരാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഷൈജുവിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഡിയർ ഫ്രണ്ട് ഉറപ്പായിട്ടും ഷൈജു ഷൂട്ട് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് കഥ ഷൈജുവിൻ്റെ അടുത്ത് പറയുന്നതും, പറഞ്ഞ ഉടനെ അവർ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നു. ഷൈജും സമീറിൻ്റെ അടുത്ത് പറയുന്നു. അങ്ങനെയാണ് ആഷിഖ് ഉസ്മാനും വരുന്നു. അങ്ങനെ ഇവർ തന്നെ അത് പ്രൊഡക്ഷനും കൂടെ ഏറ്റെടുത്തപ്പോഴാണ് ആ സിനിമ സംഭവിച്ചത്.
അപ്പോൾ അതേപോലെ ഇപ്പോൾ റൈഫിൾ ക്ലബ്ബ് അഭിനയിക്കാൻ വിളിച്ചപ്പോൾ ആഷിഖാണ് ഇത് ഷൂട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ഭയങ്കരമായിട്ടുള്ള കൗതുകമായിരുന്നു. എനിക്ക് സെറ്റിലെത്തിയിട്ട് ആഷിഖ് ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് അറിയണം. ഞാൻ വിചാരിച്ചിരുന്നത് ചിലപ്പോൾ ഓപ്പറേറ്റിംഗ് ക്യാമറാമാനൊക്കെ വെച്ചിട്ടായിരിക്കും. കാരണം ഇപ്പോൾ അത് ഭയങ്കര ഈസിയാണ്, മോണിറ്ററിന് മുമ്പിൽ ഇരുന്നാൽ മതി. നമ്മൾ പറയുന്ന ഫ്രെയിം, നമ്മൾ പറയുന്ന ലൈറ്റിംഗ് അതൊക്കെ ചെയ്തിട്ട് ഒരു ഓപ്പറേറ്റിംഗ് ക്യാമറാമാൻ ഉണ്ടാകും. പക്ഷെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പോയി ഞെട്ടി. കാരണം ക്രെയിനിലും വരെയും ആഷിഖ് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് മുഴുവൻ ഷോട്ടും. കാരണം ആഷിഖ് ക്യാമറയുടെ അവിടെ തന്നെ നിന്ന് ഷൂട്ട് ചെയ്ത് വന്നിട്ട് മോണിറ്ററിൽ ചെക്ക് ചെയ്തിട്ടാണ് അത് ഉറപ്പിക്കുന്നത് അത് തന്നെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ആഷിഖിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, ആഷിഖ് ഇതെനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു വിചാരിച്ചത്. ഞാൻ വിചാരിച്ച ഒരു ഓപ്പറേറ്റിംഗ് ക്യാമറാമാൻ ഉണ്ടാവും, നിങ്ങൾ മാറി നിന്ന് മോണിറ്ററിലായിരിക്കും ഇത് ഇൻസ്ട്രക്ട് ചെയ്യാന്നുള്ളതാണ്. പറഞ്ഞില്ല, എനിക്കിത് പണ്ടേ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് അത് പഠിച്ചിട്ട് വന്നതാണ്, അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നാളെ തൊട്ട് DOP ആവാം ഈ പടത്തിൻ്റെ, എൻ്റെ പടം ഞാൻ തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതല്ല. അത് നമുക്ക് ആ സിനിമ കണ്ടാലും മനസ്സിലാവും. അതിനകത്തുള്ള നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാ ക്യാരക്ടറിനെയും മാസ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് അദ്ദേഹം യൂസ് ചെയ്യുന്നൊരു ലെൻസിങ് ആയാലും അതിൻ്റെ ഒരു ലൈറ്റിംഗ് ആയാലും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത് ഒന്നുകൂടെ ഒന്ന് സെക്കൻഡ് വാച്ച് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിപ്പോൾ ചില സിനിമയിൽ ഇപ്പോൾ മമ്മൂക്കയുടെ ക്യാരക്ടേഴ്സിൻ്റെ ചിലപ്പോൾ ലുക്സിലും ഈ പറയുന്ന പോലെ കോസ്റ്റ്യൂംസിലൊക്കെ ഈ പറഞ്ഞ പോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്, അദ്ദേഹം ഇടപെടാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റൈഫിൾ ക്ലബിൻ്റെ കാര്യം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഷാജഹാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലുക്ക് ഈ പറയുന്ന പോലെ ട്രിംഡ് ആയിരിക്കണം എന്നൊക്കെ ഉള്ളതിൽ ആസ് എ വിനീത് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ അല്ലെങ്കിൽ ആക്ടറിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് റൈഫിൾ ക്ലബിൽ എടുത്ത് പറയാൻ? ലുക്കില്, കോസ്റ്റ്യൂമില് അതൊക്കെ ആഷിഖും ശ്യാമും ഡിസൈഡ് ചെയ്തതാണ്. ഇതായിരിക്കണം ആ 90s അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ലുക്ക്. ഞാൻ അവിടെ പോകുമ്പോഴേക്കും അത് ഓൾറെഡി സെറ്റ് ആയിരുന്നു. ഞാൻ ചെല്ലുന്നത് ഇതേപോലെ ബിയേർഡൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആഷിഖിൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അത് നമ്മളിങ്ങനെ 2-3 ഗെറ്റപ്പിലേക്ക് മാറി അതായത് ട്രിം ചെയ്ത് അങ്ങനെയാണ് ഫൈനലി ഇതാ മതി, ഇതാണ് ഷാജഹാൻ എന്നുള്ളത്. കാരണം അതെപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അത് ഡയറക്ടർ റൈറ്റർ ഇതാണ്. കാരണം അവരല്ലേ ആ ക്യാരക്ടറിനെ ആദ്യം കൺസീവ് ചെയ്യുന്നത്. സോ അവർക്ക് കൃത്യമായിട്ടുള്ള, പിന്നെ ഇതുപോലുള്ള ഇത്രയും നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നീഷ്യൻസ് അല്ലേ ഇവരെല്ലാം. അവരുടെ പിന്നെ നമ്മളുടെ അവിടെ ഡയറക്ടർ വിനീതില്ല, അവിടെ ആക്ടർ വിനീതേ ഉള്ളൂ. അപ്പോൾ അത് പക്ഷേ ഞാൻ ഭയങ്കര എനിക്ക്, കാരണം നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണോ, ഇവർ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ, ഇത് തന്നെയാണോ അവരുടെ ഷാജഹാൻ എന്നുള്ളത് എനിക്ക് ആദ്യത്തെ ഒരു മണിക്കൂർ ഷൂട്ട് കഴിയുമ്പോൾ തന്നെ മനസ്സിലായി. നമ്മൾ ഒരേ ട്രാക്കിൽ ആണ് ചിന്തിച്ചിട്ടുള്ളത്. ഷാജഹാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് അവരുടെയും. കാരണം അത് ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്തിട്ട് ആഷിഖ് നേരെ പോയി മോണിറ്ററും അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ആഷിഖിൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല, ആഷിഖിൻ്റെ മുഖം എനിക്ക് നോക്കിയാൽ മനസ്സിലാവും ആഷിഖിന് അത് വർക്കായോ. കാരണം അതിനകത്ത് വളരെ ചെറിയ സട്ടിൽ ഹ്യൂമറൊക്കെ ഉള്ളത്. അത് ഷൂട്ട് ചെയ്ത അതേ ക്യാമറാമാൻ, ഐ മീൻ ഡയറക്ടർ തന്നെ പോയിരുന്നിട്ട് അദ്ദേഹം അത് എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ അത് വർക്കായിട്ടുണ്ട്. അതുപോലെ ശ്യാം ഓരോ ഷോട്ട് കഴിയുമ്പോഴും വന്നിട്ട് ഞാൻ ശ്യാമിൻ്റെ അടുത്ത് ചോദിക്കും, ശ്യാം വിശ്വസിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഉഷാർ എന്ന് പറയുമ്പോൾ അത് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വർക്കായതാണ്. ഈ സിനിമ റിലീസ് ആയതിനു ശേഷം, പ്രത്യേകിച്ച് OTT-യിലൊക്കെ വന്നതിന് ശേഷം, ഈ സിനിമയെ സംബന്ധിച്ച് നിങ്ങളുടെ ക്യാരക്ടർ സംബന്ധിച്ച് വരുന്ന മീമുകൾ അല്ലെങ്കിൽ FB വർത്തമാനങ്ങൾ, ചർച്ചകളൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ടോ? കുറേയൊക്കെ എനിക്ക് ഷെയർ ചെയ്ത് എൻ്റെ അടുത്തേക്ക് എത്താറുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളും നമ്മളെ ഇഷ്ടമുള്ള ആളുകളൊക്കെ നമുക്ക് അയച്ചു തരും. ഇൻസ്റ്റയിലും പിന്നെ വാട്സപ്പിലൊക്കെ എനിക്ക് അങ്ങനെ വരാറുണ്ട്. ചിലത് ബാക്കിയുള്ളവർ കണ്ടിട്ട് തന്നെ വിളിച്ചു പറയും ഇങ്ങനൊരു സംഭവം ഉണ്ട് കണ്ടോ എന്നൊക്കെ ചോദിക്കും. ചിലതൊക്കെ കാണാറുണ്ട്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ സിനിമ റിലീസ് ആയതിനു ശേഷം ഇത്തരം ട്രോളാവുകയും മീംസ് ഒക്കെ ആയിട്ട് വരികയും ചെയ്തതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ചർച്ച ചെയ്താൽ ഈ റൈഫിൾ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? അല്ല, എല്ലാം ഇതാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനകത്ത് അല്ല, ഈ ക്യാരക്ടർ ഷാജഹാൻ എന്ന് പറയുന്നത് ഓരോരുത്തരാണ്, ലാലേട്ടനാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ടോട്ടലി അങ്ങനെ ഒരു ചിന്തയോ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലും. കാരണം ഇത് ആദ്യം പറയുമ്പോൾ ഞാൻ ആഷിഖിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിരുന്നു എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ ചില പേരുകൾ, ഇപ്പോൾ റഹ്മാൻ, അദ്ദേഹം ആ സമയത്ത് റൊമാൻറ്റിക് ഹീറോ ആയിട്ടുണ്ടായിരുന്നു. ചാക്കോച്ചൻ അതിന് ശേഷം വന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊക്കെ, എന്നാൽ ഇത് ടോട്ടലി ഫിക്ഷനാണ് ആ ക്യാരക്ടർ, അല്ലാതെ ഒരാളെയും അങ്ങനെയില്ല. റൊമാൻറ്റിക് ഹീറോ ആയിട്ട് വന്ന് അങ്ങനെ നിന്ന കുറേ കാലം അതേപോലെ നിന്ന ആർട്ടിസ്റ്റുകളുടെ പേരുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഈ പേരുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പൊ ലാലേട്ടനെയാണ് പോർട്രേ ചെയ്യുന്നത് തെറ്റിദ്ധരിച്ച ആൾക്കാർ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഭീഷണികൾ ഉണ്ടാവും, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഇച്ചിരി ഒന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അറിയാമല്ലോ. ലാലേട്ടൻ ആ സമയത്ത് തന്നെ അതിഭീകരമായിട്ടുള്ള ആക്ഷൻ ഫിലിംസ് ചെയ്തുകൊണ്ടിരുന്ന, നമ്മളൊക്കെ ആ പ്രായത്തിൽ ഓരോ ഓണവും ഓരോ വിഷുവും കാത്തിരിക്കുന്നത് ലാലേട്ടൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്.
അപ്പോൾ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അല്ലാന്ന്. അത് വെറുതെ ചുമ്മാ ഏതോ ഒരാൾക്ക് അങ്ങനെ മനസ്സിൽ തോന്നി പുള്ളിക്കൊരു പണി, ഐ മീൻ ഇങ്ങനെ കൊടുത്താൽ പുള്ളിക്കൊരു പണി കിട്ടും എന്നുള്ള രീതിയിൽ, ഐ മീൻ ആ ഉണ്ടാക്കിയ ആൾക്ക് ഒരു സുഖം കിട്ടും എന്നുള്ളതുകൊണ്ട് വേറെ ഒന്നും കാര്യമായിട്ടുണ്ടായില്ല. ഇപ്പൊ അടുത്ത സിനിമയുടെ പണിപ്പുരയിലാണെന്ന് ഇങ്ങനെ എവിടെയോ അങ്ങനെ കേട്ടിരുന്നു. എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്? ഞാൻ ഈ വർഷം ഞാൻ അഭിനയിക്കുക, കൂടുതൽ സിനിമകളിൽ എനിക്ക് അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ വർഷം എന്തായാലും ഞാൻ ഡയറക്ഷൻ പ്ലാൻ ഇല്ല. എഴുത്ത് നടക്കുന്നുണ്ട്. അത് ഞാൻ മുമ്പേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത സബ്ജക്റ്റുകളുണ്ട്, അതുമായി അതിൻ്റെ വർക്കുകൾ എഴുത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കൂടുതലും ഈ ഒരു വർഷം അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിലൊക്കെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ. ഈ ഇതിനോടൊക്കെ മനഃപൂർവ്വം അല്ലെങ്കിലും ചിലപ്പോൾ സിനിമയിൽ ഗ്യാപ്പുകൾ വന്നിട്ടുണ്ടല്ലോ ചില വർഷങ്ങളിൽ സിനിമ ചെയ്യാതിരുന്നു. അത് നമ്മൾ ഇൻറ്റൻഷനലി എടുത്ത ഗ്യാപ്പാണോ അല്ലെങ്കിൽ അത് നാച്ചുറലി അങ്ങനെ സംഭവിച്ചു പോയ ഗ്യാപ്പാണോ? ഞാൻ ഈ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലാസ്റ്റ് പടം ചെയ്യുമ്പോഴും ഒക്കെയും എനിക്ക് അഭിനയിക്കാൻ നല്ല ക്യാരക്ടേഴ്സും നല്ല സിനിമകളും ഒക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട്. എനിക്ക് ഓഫർ വരുന്നുണ്ട്, പക്ഷേ എനിക്ക് ആ ടൈം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ അസോസിയേറ്റിൻ്റെ അടുത്ത്, ചീഫ് അസോസിയേറ്റിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് നമ്മുടെ ഡേറ്റ് ഒക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സെറ്റിൽ നമ്മൾ ലൊക്കേഷൻ കാണുന്ന സമയം തൊട്ട് എഴുത്ത് ഇങ്ങനെ പറയുമ്പോൾ അതൊരു ലോങ് പ്രോസസ്സാണ്. അപ്പോൾ ആ സമയത്ത് എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റൈഫിൾ ക്ലബ്ബ് ചെയ്യുന്ന സമയത്തും എനിക്ക് ആ പ്രൊഡക്ഷൻ ടീം എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പവി കെയർടേക്കറിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് ഞാൻ ഇത് അഭിനയിക്കുന്നത്. അപ്പോൾ രാവിലെ ഷൂട്ട് ചെയ്യുകയും രാത്രി അവിടുന്ന് പാക്കപ്പായി കഴിയുമ്പോൾ ഞാൻ വണ്ടിയിൽ കുട്ടിക്കാനത്തായിരുന്നു ഷൂട്ട്. അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്ന് എറണാകുളത്ത് മിക്സിങ്ങിലിരുന്ന് പിറ്റേന്ന് രാവിലെ തിരിച്ചു പോയിട്ടൊക്കെയാണ് ഞാനത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഈവൻ റിലീസിങ് ഡേ പോലും ഞാൻ സെറ്റിലായിരുന്നു. അപ്പോൾ അതെനിക്ക് ആ പ്രൊഡക്ഷൻ്റെ ഒരു സപ്പോർട്ടും കൂടെ കിട്ടിയത് കൊണ്ടാണ് എൻ്റെ ഡേറ്റ്സ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി. എനിക്കൊരു 2 days ബ്രേക്ക് വേണ്ട സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അവർ ചെയ്തു തരും. അപ്പോൾ അത്തരം ഒരു വലിയൊരു സപ്പോർട്ട് എനിക്ക് ആ സിനിമയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ബ്രേക്ക് അല്ല, ചില സാഹചര്യം കൊണ്ട് അങ്ങനെ ബ്രേക്ക് ഉണ്ടാവുന്നേ ഉള്ളൂ. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സമയം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മിസ്സായി പോയ വലിയ സിനിമകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിൻസി എലോഷ്യസ് പറഞ്ഞ പോലെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് അവർക്ക് മിസ്സായ വലിയ സിനിമയായിരുന്നു എന്ന് പറഞ്ഞാൽ അത്തരം ലോട്ടറി സിനിമകൾ മിസ്സായിട്ടുണ്ടോ? ലോട്ടറി സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മമ്മൂക്കയുടെ കൂടെ വീണ്ടും ചെയ്യാനുള്ളൊരു അവസരമായിരുന്നു കണ്ണൂർ സ്ക്വാഡൊക്കെ. ഈ എൻ്റെ ഷൂട്ടിംഗ് സെയിം ടൈമിലായിരുന്നു അവരുടെ ഡേറ്റ്സ്. പറ്റിയില്ല ചില സിനിമകൾ. അപ്പോൾ സംവിധാന സംരംഭം എന്തായാലും 2026 ഉണ്ടാവുമോ? എനിക്കറിയില്ല. അത് കാരണം എന്താണെന്ന് അറിയാം, നമ്മൾ ഈ ഡിറക്ഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. ഐ മീൻ അതിനകത്തുള്ള ആക്ടേഴ്സിൻ്റെ ഡേറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് എനിക്ക് ഓക്കെ ഇനി ഷൂട്ട് ചെയ്യാം എന്ന രീതിയിൽ അത് ആ സ്ക്രിപ്റ്റ് ആയി കഴിയുമ്പോൾ മാത്രമേ ഞാൻ ഓക്കെ തുടങ്ങാം എന്ന് തീരുമാനിക്കാറ്. അപ്പോൾ ആ രീതിയിൽ അത് എഴുതി വരണം. നടക്കുന്നുണ്ട്, പ്രോസസ്സ് ഉണ്ട്. വിനീത് എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ ഒരു കരിയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാജഹാൻ അതിലൊരു തീർച്ചയായിട്ടും ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും നീ വിചാരിക്കുന്നത്. ഭയങ്കര ബ്രേക്ക് തന്ന സിനിമയായിരിക്കും റൈഫിൾ ക്ലബ്ബ് എന്ന് വിചാരിക്കുന്നു. അതുപോലെ വിനീത് എന്ന് പറയുന്ന ആക്ടർ ഇനിയുള്ള വർഷക്കാലയളവേ വിനീത് എന്ന് പറയുന്ന ഒരു ആക്ടറിനെ എങ്ങനെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നല്ല മികച്ച ടെക്നീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യണം, നല്ല സബ്ജക്റ്റുകൾ, നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടായി വരണം. അത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഫ്യൂച്ചർ പ്ലാൻ ഉള്ള ആളല്ല ഞാൻ. ഐ മീൻ ഇങ്ങനെയൊക്കെ വരണം, ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെയൊന്നും പ്ലാൻ ചെയ്യാറില്ല. നമുക്ക് ഇതെന്താണെന്നറിയോ, എൻ്റെ ഒരു ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ മാത്രമല്ല ഇതൊന്നും തീരുമാനിക്കുന്നത്. നമ്മൾ മാത്രമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒരുക്കമുണ്ട്, ഒരു പ്രകൃതിയുടെ ഒരു ഒരുക്കമുണ്ട്. നമുക്ക് അതിനുള്ള ഒരു സമയമാവുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ, ഞാൻ ഇങ്ങനെയല്ല എൻ്റെ ഫിസിക്കിനെ ഞാൻ വെച്ചിരുന്നതെങ്കിൽ എനിക്ക് ഷാജഹാൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടെ ഒരുപാട് ഘടകങ്ങൾ ഒത്തുവരുന്നതാണ്. ഇത് പറയും മറ്റേ നോട്ട് നിരോധനം വരുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പോലെ ഇൻ്റർനെറ്റും അതിൻ്റെ സ്പീഡും ഒക്കെ ഗ്രാമങ്ങളിലൊക്കെ ഇതായതുകൊണ്ടാണ് നമുക്കത് ഡിജിറ്റൽ മണി ഇപ്പം ഇത്ര പ്രാക്ടിക്കലായത്. അതേപോലെ ഒരുപാട് ഘടകങ്ങൾ ഒത്തുവരുമ്പോഴാണ് ഒരു ആക്ടറിന് നല്ലൊരു ക്യാരക്ടർ കിട്ടുന്നത്. ഞാൻ മറ്റേ കിഷ്കിന്ധാ കണ്ടം കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സിനിമയും ഇഷ്ടമാണ്, കുട്ടേട്ടൻ്റെ പെർഫോമൻസും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുട്ടേട്ടനെ വിളിച്ചിട്ട് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ കുട്ടേട്ടനും പറഞ്ഞൊരു കാര്യം അതാണ്, അങ്ങനെ ഒരു ക്യാരക്ടർ എഴുതി വന്നാലല്ലേ അത് നമ്മളുടെ അടുത്തേക്ക് എത്തണം, അങ്ങനെ ഒരു ക്യാരക്ടർ. അപ്പോൾ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ വരും നല്ല കാര്യം. നമ്മൾ പല ആക്ടേഴ്സും പറഞ്ഞു കേട്ടോ, വൺസ് നമ്മളൊരു സിനിമയുടെ ഒരു ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ, രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമ വിട്ടു പോകാൻ
നമ്മൾ പിന്നെ തയ്യാറാവില്ല എന്നുള്ളത്. അതായത് ഇത്രയും വർഷം സിനിമയിൽ നിലനിൽക്കുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ സിനിമയ്ക്ക് അപ്പുറം ഇനിയൊരു ജീവിതമുണ്ടോ, അല്ലെങ്കിൽ സിനിമ അല്ലാതെ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് വെറുതെ എങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ പറഞ്ഞില്ലേ, സിനിമയിൽ എന്തെങ്കിലും ഒരു പാർട്ടിൽ നിൽക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ആദ്യം തൊട്ടിട്ടുള്ള പ്ലാൻ. ആക്ടർ അല്ലെങ്കിൽ ഞാൻ മേ ബി ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ട്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ പ്രൊഫഷനും നമ്മുടെ പാഷനും കൂടെ ഒന്നാകുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഓക്കെ കണ്ടൻ്റ് ആണ് എന്ന് പറയുന്നൊരു ഫീലിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ രീതിയിൽ എൻ്റെ പാഷൻ ഞാൻ പറഞ്ഞില്ല, ചെറുപ്പം തൊട്ടേ ഒരുപക്ഷെ വേറെ ഒന്നിനും എന്നെ ഇത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റില്ല ഒരു സിനിമയോളം. ഐ മീൻ ഞാനൊരു സിനിമയുടെ പാർട്ടാവുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു സിനിമ കണ്ടാൽ ആ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആ ഹാപ്പിനെസ് എനിക്ക് വേറെ ഒന്നും ഇതുവരെ തന്നിട്ടില്ല, അത്രയും ഹൈ. അപ്പോൾ അതുകൊണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രഗ് സിനിമ. അപ്പോൾ അതുകൊണ്ട് സിനിമയുടെ എന്തെങ്കിലും ഒരു ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. തിരിഞ്ഞു നോക്കുമ്പോഴേക്കും 35-36 വർഷത്തെ ഒരു സിനിമ കരിയർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞില്ലേ, കണ്ടന്റ് തന്ന് അത്രയും സാറ്റിസ്ഫാക്ഷൻ തന്ന, ഒരുപാട് കിക്ക് തന്ന ഒരു കഥാപാത്രവും സിനിമയും പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈ മൊമെന്റിൽ ഇത് പിക്ക് ചെയ്യാനാണ് ഇപ്പം? അല്ല, ഈ മൊമെന്റിൽ ഷാജഹാനാണ്. കാരണം ഷാജഹാൻ എനിക്ക് തരുന്ന ഹൈ ഇപ്പോഴും തീർന്നിട്ടില്ല. കാരണം അത് മെസ്സേജസ് ആയിട്ടും കമൻസ് ആയിട്ടും ഇപ്പോൾ OTT വന്നപ്പോൾ തിയേറ്ററിൽ കിട്ടിയതിൻ്റെയും എത്രയോ ഇരട്ടി റെസ്പോൺസാണ് ഇപ്പോൾ ഡെയിലി എനിക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഹൈ ഷാജഹാനാണ്. എന്തായാലും വരും വർഷങ്ങളിൽ ഈ പറഞ്ഞ ഷാജഹാനെ പോലെ തന്നെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഈ പറഞ്ഞ ഡിയർ ഫ്രണ്ട് പോലെ തന്നെ ഗംഭീര സിനിമകൾ സംവിധാനം ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദ വാല്യുബിൾ ടൈം. താങ്ക് യു സോ മച്ച്.